നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് RSS ഇടത് സർക്കാർ അവിശുദ്ധ ബന്ധത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഇതിന് ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വലമ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ക്രിമിനലുകളുടെ പപ്പൻ സർക്കാർ, ക്രിമിനലുകളുടെ പപ്പൻ സർക്കാർ, ക്യാപ്റ്റൻ പിണറായി വിജയൻ ക്രിമിനൽ സംഘം ഇനിയും ഇങ്ങനെ കടിച്ചു തൂങ്ങാൻ, ഇനിയും ഇങ്ങനെ കടിച്ചു തൂങ്ങാൻ നാണമില്ല പിണറായി, നാണമില്ല പിണറായി. ഈ ഗുലാബ് നമ്മൾ പോറ്റും പോലീസ് സേന, നമ്മെ കൊല്ലും ക്രിമിനൽ സംഘം, നമ്മെ കൊല്ലും ക്രിമിനൽ സംഘം, അവരെ പോറ്റി വളർത്തും സർക്കാർ. വില്ലേജ് ഓഫീസ് മാർച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസോ ആഭ്യന്തര വകുപ്പോ ഇതുവരെ ഉന്നയിക്കാത്ത ഗുരുതരമായ ആരോപണമാണ് പി ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ ലവ് ജിഹാദ് നടത്തുന്നു എന്ന വ്യാജ ആരോപണം മുമ്പ് ഉന്നയിച്ചത് CPM നേതാവ് VS അച്യുതാനന്ദനാണ്. ആ പ്രസ്താവനയെ കൂടി ഉപയോഗപ്പെടുത്തിയാണ് രാജ്യത്ത് പലയിടത്തും സംഘപരിവാർ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും കേരള സ്റ്റോറി പോലെയുള്ള മുസ്ലിം സമുദായത്തിനും കേരളത്തിനുമെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമകൾ പടച്ചുവിട്ടതും. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുഴുവൻ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന സമാനമായ പ്രസ്താവനയാണ് ജയരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷവും നമ്മൾ പരിശോധിച്ചു, 2000 ശേഷം പരിശോധിച്ചു നോക്കിയാൽ ഓരോ ഘട്ടത്തിലും ഇതും പോലീസിലെ RSS ബന്ധം വെളിപ്പെടും. VIP അടക്കമുള്ള 2000 VIP അടക്കമുള്ള ആരാണ് ഇവിടെ സംരക്ഷണം ചോദിച്ചു. ആ ക്രിമിനൽ ആ ഓരോനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. കാട പോലുള്ള നിയമങ്ങളിലെ ആ ക്രിമിനൽ ആ കാട പോലുള്ള കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. കാട പോലുള്ള നിയമങ്ങളിലെ അന്ന് കേരളത്തിൽ നിന്നുള്ള 18 MP ഒപ്പിട്ട് മലപ്പുറം ജില്ലയിലെ ഭീകരവൽക്കരിക്കുക എന്നുള്ളത്, മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുക എന്നുള്ളത് RSS അതിൻ്റെയാണ്. അതിനെന്തുകൊണ്ട് CPM ഇവിടെ കൂട്ടുനിന്നു എന്ന ചോദ്യമാണ് നമുക്ക് ഉയർത്താനുള്ളത്. നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സന്ദർശിച്ചു. എൻ്റെ നാട്ടിലെ 4 സുഹൃത്തുക്കളുണ്ട്. അവർ MDMA കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഞങ്ങളും കരുതി എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. എൻ്റെ മേൽ ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മൾ വരാം, അതിന് സാധ്യത ഉണ്ട്. ആരിഫിന്റെ മേലിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. ഇതൊക്കെ മതി തെളിവ്. വേണമെങ്കിൽ MDMA കേസ് അവന്റെ മേലെ ചാർത്തില്ല. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ മൗനവും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ട് ലീഗ് അടക്കമുള്ള UDF അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇത് ശക്തമായ പ്രക്ഷോഭമായി ഉയർന്നു വരുന്നില്ല? മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുന്ന ഇവിടുത്തെ ഹൈന്ദവ ആചാരങ്ങളെ പോലും അട്ടിമറിക്കുന്ന, അഥവാ തൃശ്ശൂർ പൂരത്തെ പോലും അട്ടിമറിച്ച് വോട്ട് നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രക്ഷോഭവുമായി മുഴുവൻ ജനവിഭാഗവും രംഗത്ത് വരണം. വെൽഫെയർ പാർട്ടി രംഗത്ത് വരും. ഇതിന്റെ പൂർത്തീകരണം വരെ വെൽഫെയർ പാർട്ടി ഉണ്ടാവും. ജനങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ വെൽഫെയർ പാർട്ടി ഉണ്ടാവുമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുന്നു, ഇതിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം. ഇതിനെ ADGP സംരക്ഷിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ ഇത് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് പച്ചവെള്ളം പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ സംഗതികൾ വെളിപ്പെടുന്നത് വരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉറക്കെ പറയും, മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും നടത്തിയ അഴിമതിയുടെ ഓരം പറ്റാനും. കേരള പോലീസിലെ RSS വിധേയത്വം വിവാദമായിരിക്കുന്ന ഘട്ടത്തിലാണ് പി ജയരാജന്റെ ഈ പ്രസ്താവനയും വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം സമുദായത്തിനെതിരെയും കേരളത്തിനെതിരെയും വ്യാപകമായ വിദ്വേഷ പ്രചരണത്തിന് വഴിവെട്ടുന്ന
പി ജയരാജന്റെ ആരോപണത്തിന്റെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ പിണറായി സർക്കാർ ബാധ്യസ്ഥരാണെന്നും സംഘപരിവാറിന്റെ എല്ലാ വംശീയ ആക്രമണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ വേട്ടക്കാരോട് സമീകരിക്കുവാനുള്ള പി ജയരാജന്റെ കൂലിയെഴുത്ത് പുസ്തകത്തിന്റെ മാർക്കറ്റിംഗ് ലക്ഷ്യം വെച്ചുള്ള കേവല ആരോപണമാണെങ്കിൽ വംശീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ജയരാജനെതിരെ കേസെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ വില്ലേജ് ഓഫീസ് മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, അരിപ്ര 2ാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ്, സക്കീർ അരിപ്ര, നസീമ മദാരി, ആഷിഖ് ചാത്തോലി, ഷാഹിദ വി കെ, ഫസൽ തിരൂർക്കാട് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ.